ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വനവാസി മേഖലയായ കള്ളക്കുട്ടിക്കുടിയിലേക്ക് പാലത്തിന്റെ നിർമ്മാണം ഇനിയും സാധ്യമായില്ല. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തവണയും വനവാസി കുടുംബങ്ങളുടെ പുറംലോകത്തേക്കുള്ള യാത്ര ഈറ്റുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിലൂടെയാകും. സ്കൂളുകൾ കൂടി തുറക്കുന്നതോടെ കടുത്ത ആശങ്കയും കുടിയിലെ മാതാപിതാക്കളിൽ ഉടലെടുത്തിട്ടുണ്ട്. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ വനവാസി കുടുംബങ്ങൾ പുറംലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അരി ഉൾപ്പെടെ ആവശ്യവസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരയെത്തണം. സ്കൂൾ തുറക്കുന്നതോടെ പഠനം നടത്തുന്ന കുട്ടികളും പുഴ കടന്ന് വേണം വിദ്യാലയത്തിലേക്ക് എത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ മഴക്കാലം ആരംഭിക്കും മുമ്പേ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിക്കും. പുഴയ്ക്കക്കരെ ഇക്കരെയുള്ള 2 മരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര. ജീവൻ പണയപ്പെടുത്തി സാഹസികമായി തന്നെ വേണം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴ കടക്കുന്ന ഇവർക്ക് പുറം യാത്ര തുടരാൻ റോഡും യാത്രായോഗ്യമാക്കേണ്ടതായുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന പ്രഖ്യാപനങ്ങൾ പലതുണ്ടായി. പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന് മുകളിലൂടെ ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് കുടിനിവാസികൾ. എത്രയും വേഗത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതോടൊപ്പം റോഡും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. ജനം, ഇടുക്കി.